നമ്മൾ ഈ റിസോർട്ടിൻ്റെ സെൻറ്ററിലുള്ള റിസപ്ഷൻ്റെ മുന്നിലായിട്ടുള്ള ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിലാണ് ഇരിക്കുന്നത്. ആൽമരം നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഒരുപാട് ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ട്രീ ആണ്. അതുകൊണ്ടാണ് ആൽമരത്തിൻ്റെ ചുവടെ യോഗയും മെഡിറ്റേഷനും ചെയ്യാൻ അതിൻ്റെ ആചാര്യന്മാർ ശ്രദ്ധിച്ചിരുന്നത്. അപ്പോൾ ഇവിടെയും അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ സമചതുരാകൃതിയിലുള്ള 25 കല്ലുകൾ പതിച്ചിട്ടുള്ള 8 സെഷനുകളുണ്ട് യോഗ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിന് സയൻറ്റിഫിക്കലി ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് ഭൂഗുരുത്വാകർഷണം അതൊക്കെ വഴി യോഗ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് പ്രത്യേകതകൾ ഈ ഒരു സ്റ്റോണിനുണ്ട്. അതുപോലെ ആൽമരത്തിൻ്റെ ചുവടെ ചെയ്യുക എന്നുള്ളത് ഒരുപാട് ഓക്സിജൻ കിട്ടുന്നതുകൊണ്ടും നല്ല കാറ്റ് കിട്ടുന്നതുകൊണ്ടും നമുക്കിവിടെ യോഗ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ട്രീ എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ള ഒന്നാണ്. ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഇത് ഒരു വിഭാഗം ആളുകൾ ഇവിടെ വന്ന് അവരുടെ ഒരു വിഗ്രഹത്തെ ആരാധിച്ചിരുന്നു പഴയ കാലങ്ങളിൽ. ഇപ്പോഴും അവരിവിടെ വരാറുണ്ട് എന്നുള്ളതാണ് ഇവിടുന്ന് പറഞ്ഞത്. ഈ കാണുന്നത് വളരെ പഴയ ഒരു തറവാടാണ്. അതിന്നും അതുപോലെ തന്നെ സംരക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, നമ്മളിവിടുത്തെ മനോഹരമായ വിഷ്വൽസ് എല്ലാം കണ്ടു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രൂപത്തിലാണ് ഇവിടുത്തെ വിഷ്വൽസും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. വില്ലാസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. റൂമുകളൊക്കെ വളരെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു ഡെസ്റ്റിനേഷൻ വിസിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഫാമിലിയോട് കൂടുതലാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ലത് ഒരു 2 ദിവസമെങ്കിലും മിനിമം നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ സ്പെൻഡ് ചെയ്യണം, എക്സ്പീരിയൻസ് ചെയ്യണം. സോ ഇനി ഇതിലും മനോഹരമായ കാഴ്ചകളുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ.